സൺഡേ ആയിട്ട് ഞാനും ഹസ്ബൻഡും കൊച്ചും കൂടി പറവൂരുള്ള മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഈ ഒരു അമ്പലത്തിൽ ലാസ്റ്റ് പോയേക്കുന്നത് എൻ്റെ അനിയത്തിയുടെ വിദ്യാരംഭത്തിന് അവൾക്ക് എഴുത്തിനിരുത്താനായിട്ട് കൊണ്ടുപോയതാണ്. അന്ന് ഇതുപോലെ തന്നെ വെളുപ്പിനെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എന്തോ ആണല്ലോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര മെമ്മറബിളായിട്ട് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടിയാണ് പോയത്. ചുണ്ണൂനെ എഴുത്തിനിരുത്തണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ മൂകാംബികയിൽ കൊണ്ടുവരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് എഴുത്തിനിരുത്താമെന്ന്. ഈ ഒരു അമ്പലത്തിൽ വർഷത്തിൽ 365 ദിവസവും ആദ്യാക്ഷരം കുറിക്കുന്നത് പോസിബിൾ ആയതുകൊണ്ട് എനിക്കും ഹസ്ബൻഡിനും ഫ്രീ ആയിട്ടുള്ള ഈ കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ നമ്മൾ അവനെ വിദ്യാരംഭം കുറിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ചെന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ അവനെ ആദ്യാക്ഷരമൊക്കെ കുറിപ്പിച്ച് സൈഡിൽ സപ്തസ്വരങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന ബെല്ലുണ്ടായിരുന്നു, അതും പ്ലേ ചെയ്യിപ്പിച്ചായിരുന്നു. അതപ്പോൾ എനിക്ക് അടുത്തിരുന്ന ഒരു ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത് അത് പ്ലേ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ വലിയ മ്യൂസീഷ്യൻ ആവുമെന്നൊക്കെ ഒരു മിത്ത് അതിൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ആൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തായിരുന്നു നല്ലൊരു പാട്ടുകാരനൊക്കെ ആവുകയാണെങ്കിൽ എന്ത് രസമായിരിക്കുമെന്ന് ഇങ്ങനെ ചുമ്മാ ഓർത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്ന ആൾക്കാരെ. കാരണം പഠിച്ചൊക്കെ വലിയ ആൾക്കാരാവാനായിട്ടൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റും. പക്ഷേ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല. ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നല്ല വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള വോയിസൊക്കെ അവനുണ്ടെങ്കിൽ അവൻ എന്തായാലും ഭാഗ്യം ഉണ്ടാകും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിന് ചുറ്റിനും ഹരിശ്രീ ഗണപതായ നമ്മ അവനെ കൊണ്ട് ഞാൻ എഴുതിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ തിരിച്ച് പോണ വഴിക്ക് JCB വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഞാനും ഹസ്ബൻഡ് മൈൻഡ് പോലും കൊടുത്തില്ല. കാരണം മൈൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അവനിതൊരു ശീലമൊക്കും, കരഞ്ഞ് കാര്യം കാണില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നതുകൊണ്ട് കുറേ നേരം കരഞ്ഞ് ആ കരച്ചിലങ്ങാട് നിർത്തി. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെയും ചുണ്ണൂനെയും കൊണ്ടുപോകാനാണ് അവൾ വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ സൺഡേ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ജോയിൻ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മിനി വ്ളോഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.